സ്കൂളിൽ പോവുക. ഇന്ന് ഉമ്മച്ചി എന്തൊക്കെയോ സ്കൂളിൽ നിന്ന് മേടിച്ച്. യൂണിഫോം മേടിച്ചിട്ട് വരും. പിന്നെയോ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഏതാത്? കളിത്തോണി. എത്ര ദിവസമായി അക്കുടൂസ് സ്കൂളിൽ പോയിട്ട്? എന്ത് പോവാണ്ടിരുന്നേ? കുറേ ദിവസം പനി പിടിച്ചു. പനി പിടിച്ചിട്ട് സ്കൂളിൽ പോവാൻ നോക്കിയപ്പോൾ വെള്ളം കയറി. ഇപ്പം വെള്ളം കുറച്ച് പോയി അല്ലേ? അത് പനി വന്നപ്പോൾ കുരു വന്നപ്പോൾ ക്രീം തേച്ചപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ സ്കൂളിൽ പോന്ന എന്തെന്നാണോ. അതെല്ലാം ടീച്ചർ ഇട്ട് തരും കേട്ടോ. നാളെയാ? തൊഴിലുറപ്പത്തെ ചേച്ചിമാരെല്ലാം പണിക്ക് വന്നുവോ? പറമ്പിൽ വാ, സ്കൂളിൽ പോവാ. വണ്ടി വരും ഇപ്പം. എല്ലാവരും സ്കൂളിലൊക്കെ പോകണമെന്ന് പറട്ടാ. ആയിഷൂട്ടി വരുമെന്ന്. എന്നാ നടക്ക്. കുളിച്ചു മാറ്റുന്നുണ്ട് ഫോണ് വിളിച്ചപ്പോൾ അല്ലേ? എന്നാ നടക്ക്. അക്കുടൂസ് പല്ല് തേച്ച് കുളിയൊക്കെ കഴിഞ്ഞു. നാളെ മുതൽ യൂണിഫോം ഇടണം. മരം വെട്ടിയിട്ടും ഫുള്ള് കാടെല്ലാമായി. കറണ്ടിൻ്റെ പോയി. മോൻ പറ. മരം കറണ്ട് പോയി. എന്നിട്ട് നമ്മൾ ആരെയാ വിളിച്ചേ? നന്നാക്കി. അപ്പൊ കറണ്ട് വന്ന്. മരം മുറിച്ചിട്ട് ലൈനിന്റെ മേലെ മരം പൊട്ടി വീണ് ഇല്ലേ? എന്നിട്ട് ലൈൻമാൻ വന്നിട്ട് നന്നാക്കി. എത്ര മരം. നടക്കുന്ന പോവാ. ഇനി നിന്നാ നമുക്ക് വണ്ടി കിട്ടൂല. അതാരെയാന്നറിയില്ല. സിംബ വന്ന് തിരിച്ചു. സിംബേനെ 2 ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നു അല്ലേ? പേടിച്ചു പോയി, സങ്കടമായി. നോക്കുമ്പോ ഇന്ന് രാവിലെ വന്നില്ലേ? പൂച്ച വരുന്നുണ്ട്. കേറ്. അത് വേറെ ആരോ വളർത്തുന്ന പൂച്ച, ബെൽറ്റ് ഇട്ടെ. നടക്ക് നടക്ക്. ഈ കുന്ന് കയറണ്ടേ? നടക്ക്. ബാഗെല്ലാം ഞാൻ ഊരി പിടിച്ചു. മേലെ എത്തുന്നവരെ ഉമ്മച്ചി ബാഗ് പിടിച്ച്. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം അക്കുടൂസ് സ്കൂളിൽ പോയി. ഞങ്ങൾ റിച്ചിമോള് പോകുന്നു. റിച്ചിമോളോടെ അങ്ങോട്ട് പോവുക. ഒരു ഭയങ്കര ഇഷ്ടമാണ്. റിച്ചിയിൽ വെച്ചാൽ ജീവനാവല്. അങ്ങനെ ഞങ്ങളവിടെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇത് ഞങ്ങൾ പോകുന്ന റോട്ടിൽ വെള്ളം കയറിയതായിരുന്നു. കുറച്ചിങ്ങ് എത്തുമ്പോൾ ഞങ്ങളൊരു പാലത്തിൽ കൂടി പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കാണുന്നു, ഇതാണ് പാലം, ഇത് പുഴയാണ്. അങ്ങോട്ട് കാണുന്നത് ഒരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ മേലെ വരെ വെള്ളം കയറിയായിരുന്നു. ഇപ്പോൾ എല്ലാം കുറഞ്ഞു. എല്ലായിടത്തും മഴ കുറഞ്ഞു എന്ന് തോന്നുന്നു. ഇവിടെ മഴയ്ക്ക് കുറവുണ്ട്. സ്കൂളുകളൊക്കെ തുറന്നു. പിന്നെ ഇത്താത്താൻ്റെ ചെടികളൊക്കെ അപ്പടി പോയി കേട്ടോ. കാരണം ഒന്നാമത് കുറേ ആയി ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു. ഉമ്മച്ചിക്ക് സുഖമില്ലാണ്ടായിട്ട് പിന്നെ ചെടികളൊന്നും നമ്മൾ ശ്രദ്ധിച്ചേ ഇല്ല. അപ്പോൾ ഇനി ഇത്താത്താക്ക് ഇനി വേണം ചെടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. കാരണം അതിൻ്റെ ഇടയിൽ മഴയുമായി. എല്ലാ ചെടികളൊക്കെ എന്നാലും നിറച്ച് പൂവ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല. നിറച്ചും ചെടികളും നിറച്ചും കുഞ്ഞു മിറ്റാണെങ്കിൽ ആ വീട് മൊത്തം പൂച്ചെടിയായിരുന്നു. ഇപ്പോൾ എല്ലാത്തിലും പൂവൊക്കെ ഉണ്ട്. എന്നാലും എല്ലാ ചെടികളൊക്കെ ചീത്തയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ബായ്.